ഹായ് ഫ്രണ്ട്സ്, SSLC പരീക്ഷ എങ്ങനെ എളുപ്പം പാസ്സാക്കാം, അതിന് വേണ്ട ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, SSLC പരീക്ഷ പാസ്സാകുക എന്നുള്ളത് ഒരു ഭാരിച്ച ടാസ്കേ അല്ല. കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പഠിക്കുകയാണെങ്കിൽ എളുപ്പം പാസ്സാക്കാൻ കഴിയുന്ന എക്സാമാണ് SSLC. നിങ്ങളിൽ പലരും SSLC എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഇനി ചിലർ തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരിക്കും. ചിലർക്കാണെങ്കിൽ ചില സബ്ജക്ട്സിൽ കോൺഫിഡൻസും ഉണ്ടാകില്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിലും അതുമല്ലെങ്കിൽ ചില സബ്ജക്ട്സ് ടഫായി അനുഭവപ്പെടുകയാണെങ്കിലും ഞാൻ ഇവിടെ പറയുന്ന ചില ടിപ്സുകൾ, ചെറിയ ടിപ്സുകൾ, അത് നിങ്ങൾ പ്രയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ സാധിക്കും. ആദ്യം നമുക്ക് മാത്സിനെ എങ്ങനെ സമീപിക്കാമെന്ന് നോക്കാം. നിങ്ങളിൽ പലർക്കും ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉള്ള ഉത്തരം മാത്തമാറ്റിക്സ് എന്നായിരിക്കും, അല്ലേ? കാരണം പലർക്കും അതിൻ്റെ ക്രിയകൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ കണ്ടാൽ ഇതിന് ഏത് ഇക്വേഷൻസ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇത് ചെയ്യണം എന്ന് പല കൺഫ്യൂഷൻസ്, ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകും. മാത്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ നിന്നും ഒരു ഇക്വേഷൻ പഠിച്ചു, ആ ഇക്വേഷൻ മാത്രം അപ്ലൈ ചെയ്താലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷനും SCRT വെച്ച് പുലർത്തുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു പ്രോബ്ലത്തെ സമീപിക്കാവുന്നതാണ്. അവിടെ നോക്കുന്നത് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ ഇല്ലയോ എന്നാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞു തരാം. ചിലപ്പോൾ നിങ്ങളൊരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്റ്റെപ്പായിരിക്കാം x × x+2 = 48. നോർമലി എല്ലാവരും എന്താ ചെയ്യുക? x × x, x² + 2x = 48. നിങ്ങൾ പഠിച്ച സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ അതിനെ സോൾവ് ചെയ്യാൻ നോക്കും. അവിടെ അങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഇവിടെ ചിന്തിക്കാവുന്നതാണ്. x × x+2 = 48. ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാം 6ഉം 8ഉം 6 × 8 = 48. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വില 6 എന്ന് എടുക്കാം. ഇത്തരം രീതികൾ നമുക്ക് മാത്സിൽ പ്രയോഗിക്കാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ രീതി ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്താലും ഒരേ മാർക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. മാത്സ് വളരെ ടഫായി കാണുന്ന കുട്ടികൾ വളരെ ഈസിയായിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റർ അത് വെറും 4ഓ 5ഓ പാഠങ്ങളായിരിക്കാം. ആ പാഠങ്ങൾ മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് 40ലധികം മാർക്കോട് കൂടി പാസ്സാകാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഓരോ വിഷയങ്ങളുടെ കാര്യവും. ഇവിടെ എൻ്റെ ഒരു ചെറിയ ടിപ്സ്, നിങ്ങൾ മാത്സിനെ സമീപിക്കുകയാണെങ്കിൽ ചാപ്റ്റർ 1, അത് കഴിഞ്ഞ് ചാപ്റ്റർ 2, അത് കഴിഞ്ഞ് ചാപ്റ്റർ 3 എന്നീ രീതിയിൽ പോകുന്നതിന് പകരം സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആദ്യം കവർ ചെയ്തു പിന്നെ നിങ്ങൾക്ക് ടഫായി തോന്നുന്ന ചാപ്റ്റേഴ്സിലേക്ക് പോകാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കാൻ കൂടുതൽ സമയം ലഭിക്കുകയും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും ചെയ്യും. അതുപോലെ തന്നെ മാത്സിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ചില ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആണ്. അതായത് ചിലപ്പോൾ 1ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ അത് 4ാമത്തെ ചാപ്റ്ററുമായിട്ടായിരിക്കും കണക്ഷൻ ഉണ്ടായിരിക്കാം. അങ്ങനെ 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത്തരം ചാപ്റ്റേഴ്സുകൾ ഒന്നിച്ച് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ മാത്സിന് ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർ, അല്ലെങ്കിൽ തുടങ്ങി പാതി വഴിയിലായവർ, അല്ലെങ്കിൽ മാത്സ് എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിച്ചിരിക്കുന്നവർ, അവർക്കൊക്കെ ഞാൻ ഇവിടെ പറയാൻ പോകുന്ന പാറ്റേണിൽ പഠനം ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ മാത്തമാറ്റിക്സിൽ ആദ്യത്തെ ചാപ്റ്ററും 4th ചാപ്റ്ററും അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, ഈ 2 ചാപ്റ്റേഴ്സും ഒരുമിച്ച് പഠിക്കാൻ ശ്രമിക്കണം. കാരണം സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ പല ചോദ്യങ്ങളും അരിത്മെറ്റിക് സീക്വൻസുമായി കണക്റ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാകാം. അപ്പോൾ ഈ 2 ചാപ്റ്ററും ഒന്നിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20-25 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ കിട്ടി. ഇതിൽ അരിത്മെറ്റിക് സീരീസ് മാത്രം ഏതാണ്ട് 10-15 മാർക്കിന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. നിങ്ങളുടെ മാത്സ് സിലബസിൽ ഈസി ചാപ്റ്റേഴ്സിൽ പെട്ട ഒരു ചാപ്റ്ററാണ് അരിത്മെറ്റിക് സീരീസ്. അതുകൊണ്ട് കൂട്ടുകാർ അരിത്മെറ്റിക് സീരീസ് വെച്ച് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അങ്ങനെ നിങ്ങൾ ആദ്യം ഈ 2 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നോക്കേണ്ട ചാപ്റ്റേഴ്സ് ചാപ്റ്റർ 3, 10, 11 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, പോളിനോമിയൽ, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ 3 പാഠഭാഗം ഏത് ഓർഡറിലും നിങ്ങൾക്ക് നോക്കാം. കാരണം ഇത് 3ഉമാണ് മാത്സിലെ ഏറ്റവും ചെറിയ ചാപ്റ്റർ. പക്ഷേ ഈ 3 ചാപ്റ്ററിൽ നിന്നും വരുന്ന മാർക്കുകൾ എന്നുള്ളത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിൽ നിന്നും ഏതാണ്ട് 4 മുതൽ 6 വരെയുള്ള മാർക്കിന് ചോദ്യങ്ങൾ വരാം. അത് വളരെ ഡയറക്റ്റ് ചോദ്യങ്ങളുമായിരിക്കും. അതുപോലെ തന്നെ പോളിനോമിയൽസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 2 പാഠഭാഗത്ത് നിന്നും 6 മുതൽ 7 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 3 സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് 20 അല്ലെങ്കിൽ 15 മുതൽ 20 അടുത്തുള്ള മാർക്സ് കിട്ടും. ഇവിടെ പോളിനോമിയൽസ്
ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ 2 പാഠഭാഗത്തു നിന്നും ഇൻഡയറക്റ്റായി ഒരു ചോദ്യങ്ങളും ചോദിക്കാനില്ല. അപ്പോൾ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് ഇതൊക്കെ. മാത്രമല്ല ഈ 3 ചാപ്റ്റേഴ്സ് പഠിക്കുവാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി. ഇനി ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായി നോക്കേണ്ടത് ചാപ്റ്റർ 8 സോളിഡ്സ്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിനും വെച്ച് നോക്കുമ്പോൾ സോളിഡ്സിന് ഒരു പ്രത്യേകതയുണ്ട്. സോളിഡ്സിൽ ഏതാണ്ട് ഒരു 4-5 ഇക്വേഷൻസ് ഉണ്ട്. സ്പിയർ, സിലിണ്ടർ മുതലായവയുടെ ഏരിയ, വോളിയംസ് ഇതൊക്കെ കാണുവാനുള്ള ഇക്വേഷൻസ് ഉണ്ട്. ഈ ഇക്വേഷൻസ് തറോ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു 8 മുതൽ 10 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സോളിഡ്സും നിങ്ങൾ തറോ ആയിരിക്കണം. ഇതുവരെയുള്ള ഈ ചാപ്റ്റേഴ്സ്, അതായത് അരിത്മെറ്റിക് സീക്വൻസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, സോളിഡ്സ്, പോളിനോമിയൽ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ 6 പാഠഭാഗങ്ങൾ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ 6 പാഠഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 80-ൽ 40-ലധികം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാത്സിനെ വളരെ പേടിയോട് കൂടി കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? ഈ 6 ചാപ്റ്റേഴ്സ് ആദ്യം തറവായി പഠിക്കാം. എന്നിട്ട് അവർക്ക് പറ്റുമെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് മെല്ലെ മെല്ലെ പഠിക്കാം. അല്ലാതെ നിങ്ങൾക്ക് വളരെ ടഫായി തോന്നുന്ന ചാപ്റ്ററിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ കുടുങ്ങിക്കിടക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇനി അടുത്തതായി നിങ്ങൾ പഠിക്കേണ്ടത് ചാപ്റ്റർ 6ഉം ചാപ്റ്റർ 9ഉമാണ്. ചാപ്റ്റർ 6 കോർഡിനേറ്റ്സ്, അതുപോലെ തന്നെ ചാപ്റ്റർ 9 ജോമെട്രി ആൻഡ് ആൾജിബ്ര. ഇത് രണ്ടും ഒരേപോലെയുള്ള ചാപ്റ്ററാണ്. അതായത് കോർഡിനേറ്റ്സിന്റെ തുടർച്ച എന്നോണമാണ് ചാപ്റ്റർ 9 വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നിച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഈ 2 ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ 15-ലധികം മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി അവസാനമായി നിങ്ങൾക്ക് ജോമെട്രി സെക്ഷൻസ് പഠിക്കാം. ജോമെട്രി സെക്ഷൻസ് പഠിക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഏരിയ ജോമെട്രി ആയിരിക്കാം. ചിലർക്ക് നേരെ തിരിച്ചുമായിരിക്കാം. അവർക്ക് ഓൾജിബ്രയുടെ സെക്ഷൻ വളരെ ടഫും ജോമെട്രി വളരെ ഈസിയുമായിരിക്കും. നിങ്ങളുടെ ഈസിനെസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടഫ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും. അപ്പോൾ ജോമെട്രി ടഫായി കാണുന്ന കുട്ടികളാണെങ്കിൽ അവർ അവസാനം മാത്രം ജോമെട്രി ടോപ്പിക്സ് പഠിക്കുക. അപ്പോൾ ജോമെട്രി ടോപ്പിക്സായി വരുന്നതാണ് ചാപ്റ്റർ 2 സർക്കിൾസ്, അതുപോലെ തന്നെ ചാപ്റ്റർ 7 ടാൻജൻസ്, അതുപോലെ ട്രിഗ്നോമെട്രി പ്യുവർ ജോമെട്രി അല്ല, പക്ഷെ അവിടെയും ജോമെട്രിക്കലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചാപ്റ്റർ 2 സർക്കിൾസ് പഠിക്കുക. അതിൻ്റെ തുടർച്ചയായി വരുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 7 ടാൻജൻസ്. ഇവ രണ്ടും പഠിച്ചാൽ അറൗണ്ട് 20 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ഈ സെക്ഷനിൽ നിന്ന് വരും. ഒരിക്കൽ കൂടി ഞാൻ പറയാം, ചിലർക്ക് ഈ സെക്ഷൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. നിങ്ങൾ അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ടാൻജൻസിലായാലും സർക്കിൾസിലായാലും ചില കോമൺ ഇക്വേഷൻസ് ഉണ്ട്. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനൊക്കെയുള്ള ചില കോമൺ സൂത്രവാക്യങ്ങളുണ്ട്. ആ സൂത്രവാക്യങ്ങളും അതുപോലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു വെക്കുക. അങ്ങനെ പഠിച്ചു വെച്ചാലും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം നോക്കേണ്ടതാണ് ട്രിഗ്നോമെട്രി എന്നുള്ള ചാപ്റ്റർ. ട്രിഗ്നോമെട്രി ചെയ്യുമ്പോഴും ചിലപ്പോൾ സർക്കിൾസ്, ടാൻജൻസ് എന്നിവയിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. മാത്സിലെ ഏത് പാഠഭാഗം പഠിക്കുമ്പോഴും നിങ്ങൾ മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ നോക്കുക. അത്തരം രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. SSLCയിൽ എപ്പോഴും ഒരേ രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ മനസ്സിൽ കണ്ട് അതിനെങ്ങനെ ഉത്തരം നൽകണമെന്നും അറിഞ്ഞിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. കൂട്ടുകാരിൽ പലർക്കും പേടിയുള്ള മറ്റൊരു സബ്ജക്റ്റാണ് ഫിസിക്സ്. ഫിസിക്സിൽ എങ്ങനെ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 5 മുതൽ 8 വരെ മാർക്കിനുള്ള പ്രോബ്ലംസ് കാണാം. ഫിസിക്സിലെ പ്രോബ്ലംസ് വളരെ ടഫാണെന്ന് പല കുട്ടികളും പറയാറുണ്ട്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ മെയിൻലി ആദ്യത്തെ 4 പാഠഭാഗത്ത് നിന്നുള്ള ഏതാനും ചില ഇക്വേഷൻസ് പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഈ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇക്വേഷൻസ് എഴുതി വെക്കുക. അതുപോലെ തന്നെ ആ ചാപ്റ്റേഴ്സിൽ കൊടുത്തിരിക്കുന്ന സമാന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. അത്തരം രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വരിക. ഇക്വേഷൻസ് തറോ ആണെങ്കിൽ അതിൽ വാല്യൂസ് നേരിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഉത്തരം എളുപ്പത്തിൽ കിട്ടും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ യൂണിറ്റ്സ് എഴുതാൻ നിങ്ങൾ മറക്കരുത്. ഇവിടെ നിങ്ങൾക്ക് ഗിവ് റീസൺസ്, നെയിം ദി ഫോളോയിങ്, മാച്ച് ദി ഫോളോയിങ് മുതലായ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഫിസിക്സിൽ ഓരോ പാഠഭാഗത്തു നിന്നും ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ പാഠമായ വേവ് മോഷൻ, തരംഗചലനം, അവിടെ നിന്നും ഏതാണ്ട് 6 മുതൽ 7 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാം. അതിൽ തന്നെ ട്യൂണിംഗ് ഫോക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്കോ, ഫ്രീക്വൻസി കണ്ടുപിടിക്കുക തുടങ്ങിയ ന്യൂമറിക്കൽ പ്രോബ്ലംസും ഈ സെക്ഷനിൽ നിന്നും വരാം. ഇനി അടുത്ത ചാപ്റ്ററായ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇവിടെ
ഏതാണ്ട് 5 മുതൽ 6 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നതാണ്. ഇവിടെ ജൂൾസ് ലോവുമായി ബന്ധപ്പെട്ട ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ H=I²RT, അതുപോലെ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് 2-3 മാർക്കിന് ഒരു പ്രോബ്ലം വരാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംപ്സിനെ കുറിച്ചും ചോദിക്കാം. ഇനി അടുത്ത ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇവിടെയും ഏതാണ്ട് 5 മുതൽ 6 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാം. അതിൽ ട്രാൻസ്ഫോമറിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് 4ാമത്തെ ചാപ്റ്ററായ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ നിന്നും ഏതാണ്ട് 4 മുതൽ 6 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാം. ഈ പാഠഭാഗത്ത് നിന്നും ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഇലക്ട്രിക് ഫ്യൂസിനെ കുറിച്ചും അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷനെ കുറിച്ചും പവർ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. അടുത്ത ചാപ്റ്ററായ ഹീറ്റ്, ഈ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 5 മുതൽ 6 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാം. അതിൽ ഇവിടെ ഒരു ഏതാണ്ട് 3 അല്ലെങ്കിൽ 4 മാർക്കിന് പ്രോബ്ലംസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതുപോലെ ലാറ്റന്റ് ഹീറ്റ് എന്നിവ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഇവിടെ ചോദിക്കുന്നതാണ്. ഇവിടെയും ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ രീതിയിൽ തന്നെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. ഇവിടെ ബാക്കി വരുന്ന ചോദ്യങ്ങൾ ഗിവ് റീസൺസ് ആയിരിക്കും. ഇനി 6ാമത്തെ ചാപ്റ്ററായ കളേഴ്സ് ഓഫ് ലൈറ്റ്, ഇവിടെ നിന്നും ഏകദേശം 6 മുതൽ 7 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരാം. അതിൽ തന്നെ സോളാർ സ്പെക്ട്രം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി വരുന്ന ചോദ്യങ്ങൾ പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി അവസാനം വരുന്ന 2 ചാപ്റ്റേഴ്സിൽ തിയറി മാത്രമേ പഠിക്കാനുള്ളൂ. അവിടെ പ്രോബ്ലംസായി കൂടുതലൊന്നും പഠിക്കാനില്ല. അവിടെ ഡയറക്റ്റായി കുറച്ച് ചോദ്യങ്ങൾ വരാം. അതിൽ തന്നെ 7ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോണിക്സ് ആൻഡ് മോഡേൺ ടെക്നോളജി, ഈ ഭാഗത്ത് നിന്ന് ഏതാണ്ട് 4-5 മാർക്കിന് ചോദ്യങ്ങൾ വരാം. അവിടെ തന്നെ വരുന്ന ചില ചോദ്യങ്ങൾ ചില സിമ്പിൾസ് LED, ഡയോഡ് തുടങ്ങിയ ഏതെങ്കിലും ഒന്നിൻ്റെ സിമ്പിൾ തന്ന് ആ ഇൻസ്ട്രുമെൻറ്റ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ റെക്ടിഫയേഴ്സ്, ഹാഫ് വേവ് റെക്ടിഫയർ, ഫുൾ വേവ് റെക്ടിഫയർ, ഇവയുടെ ഗ്രാഫ് തന്ന് ഇത് എന്താണെന്നും ഇതിൽ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുക. ഇനി അവസാന ചാപ്റ്റർ, ഈ ഫിസിക്സ് സിലബസിലെ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ് അവസാനത്തെ ചാപ്റ്റർ, എനർജി മാനേജ്മെൻറ്റ്. ഇവിടെ ന്യൂമറിക്കലായി ഒന്നും പഠിക്കാനില്ല, ആപ്ലിക്കേഷനും കാര്യമായി ഒന്നുമില്ല. എല്ലാം 1 വേർഡ് ടൈപ്പ് തിയറി മാത്രമാണ്. അപ്പോൾ ഫിസിക്സിൽ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് എനർജി മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്റർ വെച്ച് തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടുന്നതായിരിക്കും. കാരണം ഇവിടെ നിന്നും ഡയറക്റ്റ് ചോദ്യങ്ങൾ മാത്രമേ വരൂ. അതും 3 മുതൽ 5 വരെ മാർക്കിനുള്ള ചോദ്യങ്ങൾ ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം.